ഹായ് നമസ്കാരം. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്വർണത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സ്വർണത്തിന്റെ വില നമുക്കറിയാം, ഏകദേശം 1,00,000-നോട് അടുത്തിരിക്കുകയാണ്. സ്വർണത്തിന് ഇപ്പോൾ തീ വിലയാണുള്ളത്. ഈ ഒരു വില ഇതുപോലെ തന്നെ ഇനി വരുന്ന വർഷങ്ങളിലും കൂടുമോ, അല്ലെങ്കിൽ ഇനി വലിയ ഒരു ഇടിവാണോ ഗോൾഡിൽ വരാനിരിക്കുന്നത് എന്നിങ്ങനെയുള്ള വലിയ റേറ്റിംഗ് ഏജൻസികളുടെ അഭിപ്രായമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കൂടാതെ ഇത്തരത്തിലുള്ള ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളുടെ അഭിപ്രായത്തിൽ 2026 അവസാനത്തോടെ ഗോൾഡ് പ്രൈസുകൾ ഏത് നില വരെ പോകും എന്നുള്ള ഏകദേശം ഒരു നിഗമനവും അവർ പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ പറയട്ടെ, ഓവറോൾ ഔട്ട്ലുക്ക് ഇപ്പോഴും ബുള്ളിഷായി തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസുകൾ ഇനി 2026-ലും കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത് എന്നാണ് ഈ ഒട്ടുമിക്ക അനലിസ്റ്റുകളും സൂചിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് സ്വർണം ഇത്ര അധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആകുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങൾ, ഗ്ലോബൽ റിസ്ക്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ, പല രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ, ഇതൊക്കെ വലിയൊരു കാരണമാണ്. പിന്നെ മറ്റു കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ റേറ്റ് കട്ട് എക്സ്പെക്ടേഷനുകൾ, പ്രത്യേകിച്ച് US-ൽ ഫെഡറൽ റിസർവ് ഒരു റേറ്റ് കട്ടിലേക്ക് പോയിരുന്നു. കൂടാതെ ഒട്ടുമിക്ക വലിയ രാജ്യങ്ങളും എല്ലാം ഒരു റേറ്റ് കട്ടിലേക്ക് പോയിരുന്നു. അത് ഗോൾഡിനെ സംബന്ധിച്ച് തികച്ചും പോസിറ്റീവാണ്. ഇനി US ഡോളർ വീക്ക് ആവുന്നത് ഗോൾഡിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. ഇനി പല സെൻട്രൽ ബാങ്കുകളും, പ്രത്യേകിച്ച് ചൈന, റഷ്യ തുടങ്ങിയ വലിയ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വളരെയധികം കൂടുതലായി ബൈ ചെയ്യുന്നുണ്ട്. സമീപകാലങ്ങളിലായിട്ട് ഇതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണുന്നതാണ്. എന്തുകൊണ്ടാണ് സെൻട്രൽ ബാങ്കുകൾ ഇത്രയധികം ഗോൾഡ് അവരുടെ റിസർവ് ആയിട്ട് മാറ്റിവെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല രാജ്യങ്ങളും, ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം, ഇന്ത്യ ഇമ്പോർട്ടുകളിൽ ഭൂരിഭാഗവും US ഡോളറിലാണ് ചെയ്യുന്നത്. അതായത് 40 മുതൽ 60% വരെയും US ഡോളറിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് US അവരുടെ താരിഫുകൾ 50% ഉയർത്തിയിരുന്നു. ഇനി ഒരുപക്ഷെ ഇതിനൊരു പ്രതികാര നടപടിയായിട്ട് ഇന്ത്യക്ക് US ഡോളർ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വരികയാണെങ്കിൽ ഇന്ത്യ അതോടെ വലിയ പ്രതിരോധത്തിലാവും. ഇത്തരത്തിലുള്ള വലിയ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ഹാൻഡിൽ ചെയ്യാൻ ഒരുപക്ഷെ വലിയ ഗോൾഡ് ബാക്കപ്പ്, ഗോൾഡ് റിസർവായി വെച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിലുള്ള രാജ്യങ്ങൾക്ക് അത് മറികടക്കാൻ വളരെ എളുപ്പമായിരിക്കും. കൂടാതെ അവരുടെ കറൻസി സ്റ്റേബിളായി തുടരും. ഇപ്പോൾ സമീപകാലങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് 2025-ൽ ഗോൾഡ് വളരെയേറെ ബൈ ചെയ്തിരിക്കുന്ന സെൻട്രൽ ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ട്, നാഷണൽ ബാങ്ക് ഓഫ് കസാക്കിസ്ഥാൻ, ബ്രസീൽ, ചൈന തുടങ്ങിയ രാജ്യങ്ങളും വലിയ തോതിൽ തന്നെ ഗോൾഡ് അവരുടെ റിസർവ് ആയിട്ട് മാറ്റിവെച്ചിരുന്നു. ഇതും ഗോൾഡിനെ സംബന്ധിച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആക്കുന്നുണ്ട്. ഇനി ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ, സ്വർണം ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ലോകത്തിൽ പൊതുവായിട്ട് ഗോൾഡിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പണപ്പെരുപ്പം വർദ്ധിക്കുകയാണെങ്കിലും, കൂടാതെ രാജ്യത്തോ ലോകത്തോ പൊതുവായി അൺസർട്ടൈനിറ്റികൾ കൂടുന്ന ഒരു സമയത്തും ഗോൾഡിന്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇപ്പോഴും വരുന്ന വർഷങ്ങളിലും ഒക്കെ ഈ പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങളും അതിലൊന്നും ഒരു കുറവും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡ് എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഇനി ചില ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളുടെയും വലിയ സ്ഥാപനങ്ങളുടെയും അഭിപ്രായത്തിൽ ഗോൾഡ് പ്രൈസുകൾ 2026 അവസാനത്തോടെ ഏത് നില വരെ എത്തും എന്ന് നമുക്ക് നോക്കാം. ആദ്യം 2026 അവസാനത്തോടെ സ്വർണം ഔൺസിന് ഏകദേശം $4,900 ഉയരുമെന്നാണ് ഗോൾഡ്മാൻ സാച്ചസ് എന്ന ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി പറയുന്നത്. നിലവിലെ നിലയിൽ നിന്ന് ഏകദേശം 14% വർധനവാണ് ഗോൾഡ്മാൻ സാച്ചസ് പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള പല പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്കുകളുടെയും ഡിമാൻഡും US പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതകളുമാണ് ഇപ്പോൾ ഗോൾഡ് പ്രൈസുകൾ വീണ്ടും ഇനി 2026-ലും ഉയരാനുള്ള കാരണമായിട്ട് അവർ കാണുന്നത്. മറ്റൊരു അമേരിക്കൻ മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയായിട്ടുള്ള മോർഗൻ സ്റ്റാൻലിയുടെ അഭിപ്രായത്തിൽ 2026 അവസാനത്തോടെ സ്വർണ്ണവില ഏകദേശം $4,800 പെർ ഔൺസ് എന്ന നിലയിൽ എത്തും എന്നാണ് ഈ മോർഗൻ സ്റ്റാൻലി അഭിപ്രായപ്പെടുന്നത്. ജർമ്മനിയിലെ മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയായിട്ടുള്ള ഡെറ്റ്ഷെ ബാങ്കിന്റെ അഭിപ്രായത്തിൽ $4,450 പെർ ഔൺസ് എന്ന നിലയിൽ എത്തുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇത് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളുടെ ഒരു അഭിപ്രായമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഇത് നമ്മൾ ഒരു പവന്റെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്രയായിരിക്കും ഇന്ത്യയിലെ വില എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2026 അവസാനത്തോടെ ഗോൾഡ്മാൻ സാച്ചസിന്റെ അഭിപ്രായത്തിൽ 1,20,000 എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ ഈ വില വരാൻ സാധ്യതയുണ്ടായിരിക്കുക.
മോർഗൻ സ്റ്റാൻലിയുടെ അഭിപ്രായത്തിൽ 1,17,000 രൂപയും ഡെറ്റ്ഷെ ബാങ്കിന്റെ അഭിപ്രായത്തിൽ 1,09,000 രൂപ വരെയും എത്താനുള്ള സാധ്യതകളുണ്ട്. ഗ്ലോബലി ഉള്ള ഗോൾഡ് പ്രൈസുകളുടെ വില വെച്ച് ഒരു കമ്പാരിസൺ നടത്തിയെന്ന് മാത്രമാണ്, ഞങ്ങളുടെ ഒരു വ്യൂ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി ഗോൾഡ് പ്രൈസുകൾ വലിയ രീതിയിൽ തന്നെ ഇടിഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 2011 മുതൽ 15 വരെയുള്ള കാലയളവിൽ ഒരു ബിയർ മാർക്കറ്റായിരുന്നു നമുക്ക് ഗോൾഡ് പ്രൈസിൽ കാണാൻ കഴിഞ്ഞത്. 1920 എന്ന പ്രൈസിൽ എത്തിയിരുന്ന 2011 ഗോൾഡ് പ്രൈസുകൾ എത്തിയിരുന്നെങ്കിൽ പിന്നീട് 2015 കൂടി അത് $1,050 പെർ ഔൺസ് എന്ന നിലയിലെത്തി. അതായത് 45% ഇടിവാണ് അന്നുണ്ടായത്. US ഡോളർ സ്ട്രോങ് ആയതും കൂടാതെ ഇൻഫ്ലേഷൻ കുറഞ്ഞതുമൊക്കെയാണ് അന്നത്തെ കാരണങ്ങളായി വന്നത്. ഇനി 2012-13 ഏകദേശം 30% ഒരു ഇടിവ് ഗോൾഡ് പ്രൈസുകളിൽ ഉണ്ടായി. 2020 കോവിഡ് കൂടി നിന്ന ഒരു സാഹചര്യത്തിൽ 20% ഇടിവുണ്ടായി. 2020 സമാനമായി US നല്ല രീതിയിൽ ഫെഡറൽ റിസർവ് റേറ്റ് ഹൈക്ക് നടത്തിയതോടുകൂടി ഗോൾഡ് പ്രൈസുകൾ ഏകദേശം 21% ഇടിവ് അന്നുണ്ടാക്കിയിരുന്നു. ഏതായാലും സമീപകാലങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ ഇടിവുകളും ഗോൾഡ് പ്രൈസുകളിൽ ഉണ്ടായിരുന്നു എന്നുകൂടി ഒന്ന് ഓർക്കുക. ഏതായാലും ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും ഗോൾഡിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് പല പ്രധാനപ്പെട്ട റേറ്റിംഗ് ഏജൻസികളും പറയുന്നത്. ഇനി നാളെ തൊട്ട് വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് ബിഗിനേഴ്സിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പുതിയ ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റ് ഇവിടെ പറഞ്ഞ ധാരാളം കാര്യങ്ങൾ ഞങ്ങളുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.